ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ മലയാളം സെന്റൻസുകളാണ്, കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ മറ്റൊരാളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ അവസാനം വരെ കാണുക. അതിന്റെ അവസാനം വേറൊരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെ ചോദിക്കാം എന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ കേൾക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട് കിടക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്: നിന്നോട് ചോദിച്ചിട്ടാണോ അവൻ വാങ്ങിയത്? നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ പോയത്? വെള്ളം കുടിച്ചിട്ടാണോ ഡോക്ടർ പരിശോധിച്ചത്? പിന്നെന്താണ്? പഠിച്ചിട്ടാണോ നീ പരീക്ഷ എഴുതിയത്? ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ നമ്മൾ എന്നെന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ അത് വാങ്ങിയത്? അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? അവൻ വാങ്ങിയത് നിന്നോട് പറഞ്ഞിട്ടാണോ എന്ന് വേണം നമുക്ക് ചോദിക്കാൻ. അപ്പൊ ഇതൊന്ന് എങ്ങനെ ചോദിക്കാം? അവൻ വാങ്ങിയത് നിന്നോട് പറഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നോട് ചോദിച്ചതിന് ശേഷമാണോ വാങ്ങിയതെന്നല്ലേ അർത്ഥം. അവൻ നേരത്തെ തന്നെ നിന്നോട് അനുവാദം ചോദിച്ചിരുന്നോ അത് വാങ്ങിയോന്ന്? അപ്പോൾ എന്താ? വാങ്ങിച്ചോട്ടെ എന്ന് നമ്മൾ നേരത്തെ ചോദിച്ചിട്ടാണ് നമ്മൾ വാങ്ങിയത്, ചോദിച്ചിട്ടാണ്. അപ്പൊ അതെന്താണ്? ആഫ്റ്റർ ആണ് നമ്മൾ അവിടെ ചേർക്കേണ്ടത് അല്ലെ? ചോദിച്ചിട്ട് ശേഷം. നേരത്തെ നീ അത് ചെയ്തോ? ചോദിച്ചതിനു ശേഷമാണോ നീ വാങ്ങിയത് അല്ലെ? ആഫ്റ്റർ ആണ് നമ്മൾ അവിടെ ചേർക്കേണ്ടത്. അപ്പോ നമ്മൾ എന്താണ്? അവൻ വാങ്ങിയത് നിന്നോട് ചോദിച്ചിട്ടാണോ എന്ന് ഓർക്കണം. അപ്പൊ അവൻ വാങ്ങിയത് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ഡിഡ് ഉപയോഗിച്ചാണ് ചോദിക്കേണ്ടത്. നമുക്കറിയാം. ഡിഡ് ഉപയോഗിച്ചാൽ സബ്ജക്റ്റ് കൊടുക്കുക, ഡിഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് കൊടുക്കുക, വെർബ് V1 ഫോമിൽ തന്നെ കൊടുക്കുക. അപ്പൊ അവൻ വാങ്ങിയത് എന്നെങ്ങനെ പറയണം? ഡിഡ് യു ബൈറ്റ്? അവൻ വാങ്ങിച്ചത്, വാങ്ങിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ അവൻ വാങ്ങിച്ചോ? ഡിഡ് യു ബൈറ്റ്? അവൻ വാങ്ങിച്ചോ എന്നായി. നിന്നോട് ചോദിച്ചതിനു ശേഷം അല്ലെ? നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ വാങ്ങിച്ചത്? ഇനി വേണ്ടത് എന്താ? പറഞ്ഞിട്ടാണോ. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ആഫ്റ്റർ കൊടുക്കണം. ആഫ്റ്റർ കൊടുക്കണം. പിന്നെ പറയുക, ടെല്ല് കൊടുക്കണം. അപ്പൊ ആഫ്റ്റർ കഴിഞ്ഞാൽ ടെല്ലിങ്, ING ആണ് കൊടുക്കേണ്ടത്. ആഫ്റ്റർ ടെല്ലിങ് യു. അവൻ വാങ്ങിച്ചത് നിന്നോട് പറഞ്ഞിട്ടാണോ? നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ വാങ്ങിച്ചത്? അപ്പൊ എങ്ങനെയാക്കണം? ഡിഡ് ഹി ബൈ ഇറ്റ്? അവൻ വാങ്ങിച്ചത് ആഫ്റ്റർ ടെല്ലിങ് യു. നിന്നോട് പറഞ്ഞിട്ടാണോ? നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ വാങ്ങിച്ചത്? എങ്ങനെ പറയണം? ഡിഡ് ഹി ബൈ ഇറ്റ് ആഫ്റ്റർ ടെല്ലിങ് യു? നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ വാങ്ങിച്ചത്? മനസ്സിലായല്ലോ? തിരിച്ചു ചിന്തിച്ചാൽ മാത്രം മതി. ഇനി വേറൊന്ന്, നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ പോയത്? നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ പോയത്? അവൻ പോയതെന്ന് നമുക്ക് ആദ്യം എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? ഡിഡ് ഹി ലീവ്? ഡിഡ് ഹി ലീവ്? പോയത് എന്താണ്? ആഫ്റ്റർ നിന്നോട് പറഞ്ഞിട്ടാണോ? ആഫ്റ്റർ ടെല്ലിങ് യു. നിന്നോട് പറഞ്ഞിട്ടാണോ? അപ്പൊ എങ്ങനെയായി? ഡിഡ് ഹി ലീവ് ആഫ്റ്റർ ടെല്ലിങ്, ING യു. ടെല്ലിങ്, നിന്നോട് പറഞ്ഞിട്ടാണോ അവൻ പോയത്? മനസ്സിലാവുന്നുണ്ടല്ലോ? തിരിച്ചു ചിന്തിച്ചാൽ മതി. ആഫ്റ്റർ കഴിഞ്ഞ വെർബ് ING കൊടുക്കുക. അടുത്ത പഠിച്ചിട്ടാണോ നീ പരീക്ഷ എഴുതിയത്? പഠിച്ചിട്ടാണോ നീ പരീക്ഷ എഴുതിയത്? പരീക്ഷ എഴുതിയത് ഡിഡ് യു റൈറ്റ് ദ എക്സാം? നീ പരീക്ഷ എഴുതിയത് എങ്ങനെയാണ്? ആഫ്റ്റർ സ്റ്റഡിയിങ്. പഠിച്ചിട്ടാണോ? ഡിഡ് യു റൈറ്റ് ദ എക്സാം? പരീക്ഷ എഴുതിയത് ആഫ്റ്റർ സ്റ്റഡിയിങ്, പഠിച്ചതിനു ശേഷമാണോ? ഇനി അടുത്തത്, കളിച്ചിട്ടാണോ അവർ ഭക്ഷണം കഴിച്ചത്? കളിച്ചിട്ടാണോ അവർ ഭക്ഷണം കഴിച്ചത്? അവർ, ദേ ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഭക്ഷണം നമ്മൾ ചോദിക്കുന്നത് എന്താണ്? പാസ്റ്റ് ചോദിക്കണം. ഡിഡ് ദേ ഈറ്റ്? ഡിഡ് ദേ ഈറ്റ്? കഴിച്ചത് എങ്ങനെയാണ്? ആഫ്റ്റർ പ്ലേയിങ്. ഡിഡ് ദേ ഈറ്റ് ആഫ്റ്റർ പ്ലേയിങ്? കളിച്ചതിനു ശേഷമാണോ അവർ ഭക്ഷണം കഴിച്ചത്? അപ്പൊ എങ്ങനെയാണ്? കളിച്ചിട്ടാണോ അവർ ഭക്ഷണം കഴിച്ചത്? എങ്ങനെയാണ്? ഡിഡ് ദേ ഈറ്റ് ആഫ്റ്റർ, കളിക്കുക, പ്ലേയിങ്. ആഫ്റ്റർ കഴിഞ്ഞു, വെർബ് ING കൊടുത്തു. ഇനി അടുത്തത്, നന്നായി ആലോചിച്ചിട്ടാണോ നീ അത് ചെയ്തത്? നന്നായിട്ട് ആലോചിച്ചിട്ടാണോ നീ ചെയ്തത്? എങ്ങനെ പറയണം? ഡിഡ് യു ഡു? ഡിഡ് യു ഡു? ചെയ്തത് എന്താണ്? നന്നായി ആലോചിച്ചിട്ടാണ്. ആഫ്റ്റർ തിങ്കിങ്. ഡിഡ് യു ഡു ആഫ്റ്റർ തിങ്കിങ്? നന്നായി ആലോചിച്ചിട്ടാണോ നീ അത് ചെയ്തത്? ഇനി എന്താണ്? പിന്നെ നമ്പർ സേവ് ചെയ്തിട്ടാണോ നീ
ഡിലീറ്റ് ചെയ്തത്? സേവ് ചെയ്തിട്ടാണോ നീ ഡിലീറ്റ് ചെയ്തത്? ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഡിഡ് യു ഡിലീറ്റ്? അതാണ് നമ്മുടെ ചോദ്യം. ഡിഡ് യു ഡിലീറ്റ് എന്താണ് ദ നമ്പർ ആഫ്റ്റർ സേവിങ് ഇറ്റ്? ആഫ്റ്റർ സേവിങ് ഇറ്റ്. ഡിഡ് യു ഡിലീറ്റ് ദ നമ്പർ ഡിലീറ്റ് ചെയ്ത് ആഫ്റ്റർ സേവിങ് ഇറ്റ്? സേവ് ചെയ്തതിന് ശേഷമാണോ നീ ഡിലീറ്റ് ചെയ്തത്? ഇനി നമ്മൾ ഇപ്പോൾ സ്കാനിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് എന്താണ്? വെള്ളം കുടിച്ചിട്ടാണോ പരിശോധിച്ചത്? എങ്ങനെ പറയും? ഡിഡ് യു ചെക്ക് ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ? ഡിഡ് യു ചെക്ക് ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ? മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്താണ്? വെള്ളം കുടിച്ചിട്ടാണോ പരിശോധിച്ചതെന്നുള്ള പരിശോധിച്ചതെന്ന് കൊടുത്തു ആദ്യം. ഡിഡ് യു ചെക്ക് പരിശോധിച്ചത്, അതല്ല കഴിഞ്ഞു പോയി ആഫ്റ്റർ ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ ഈ ആഫ്റ്റർ എന്ന് വരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? രണ്ടാമത് കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗത്തെ ഡിഡ് ചേർത്ത്, അത് കഴിഞ്ഞ കാര്യമായിരിക്കും. അത് കഴിഞ്ഞ കാര്യമാണ്. അത് ചെയ്തതിന് ശേഷമാണോ നീ അങ്ങനെ വാങ്ങിച്ചത്? അനുവാദം ചോദിച്ചതിന് ശേഷമാണോ നീ വാങ്ങിച്ചത്? പറഞ്ഞിട്ടാണോ നീ പൈസ എടുത്തത്? ഇതൊക്കെ എന്താണ്? പൈസ എടുത്തു അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡിൽ കൊടുക്കുക. ഇനി ആഫ്റ്റർ എന്നുള്ളത് ആ ഭാഗ്യം ചെയ്തതിന് ശേഷമാണോ എന്നുള്ളതും കൊടുക്കുക. അപ്പോൾ ആഫ്റ്റർ കഴിഞ്ഞാൽ വെർബ് ing കൂടെ കൊടുക്കുക. അത് നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ മനസ്സിലായല്ലോ? ഇനി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ നിങ്ങൾ ചോദിക്കണം, ഭക്ഷണം കഴിച്ചിട്ടാണോ അവർ പോയത്? കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കൊടുക്കുക, ഭക്ഷണം കഴിച്ചിട്ടാണോ അവർ പോയത്? ഇനി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിങ്ങനെ പറയാം, നമ്മുടെ വീട്ടിൽ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ പറയും കഴിച്ചിട്ട് പോണേ എന്ന് പറയും അല്ലെ? പിന്നെ എന്താണ്? പിന്നെ വിളിച്ചിട്ട് വരണേ എന്ന് പറയും അല്ലെ? പിന്നെ എന്താണ്? പറഞ്ഞിട്ട് പോണേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? കഴിച്ചിട്ട് പോണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചിട്ട് പോകൂ, അല്ലെങ്കിൽ കഴിച്ചിട്ട് പോ അല്ലെ? കഴിച്ചിട്ട് പോണേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിച്ചതിനു ശേഷം മാത്രമേ പോകാവുള്ളൂ അല്ലെ? പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയും? കഴിച്ചിട്ട് പോകണേ അല്ലെ? കഴിച്ചിട്ട് പോകണേ എന്ന് പറയും. അതല്ലെങ്കിൽ വിളിച്ചതിന് ശേഷം മാത്രമേ വരാവുള്ളൂ, വിളിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് വരണേ. ഇനി പറഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ, അതായത് പറഞ്ഞിട്ടേ പോകാവുള്ളൂ അല്ലെ? അതായത് എന്നാ പറഞ്ഞിട്ട് പോകണേ എന്ന് പറയില്ലേ? അപ്പൊ നമുക്ക് അതെങ്ങനെ മാറ്റാം? വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ കഴിച്ചിട്ട് പോണേ എന്ന് പറയും, അതായത് കഴിച്ചതിന് ശേഷം പോകണേ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു തിരിച്ചു ചിന്തിക്കണം. പോണേ കഴിച്ചിട്ടെന്ന് ചിന്തിക്കണം. അപ്പൊ പോവുക ഗോ, കഴിച്ചതിന് ശേഷം ആഫ്റ്റർ ഈറ്റിംഗ്, ഗോ ആഫ്റ്റർ ഈറ്റിംഗ്, കഴിച്ചിട്ട് പോണേ, അല്ലെങ്കിൽ കഴിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ. എങ്ങനെയാണ്? ഗോ ആഫ്റ്റർ ഈറ്റിംഗ്, കഴിച്ചിട്ട് പോണേ. ഇനി അതേപോലെ വിളിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വരണേ വിളിച്ചിട്ടെന്നാകണം. അപ്പൊ വരിക കം ആഫ്റ്റർ കോളിംഗ്, കം ആഫ്റ്റർ കോളിംഗ്, വിളിച്ചിട്ട് വരണേ അല്ലെങ്കിൽ വിളിച്ചിട്ട് വരാവുള്ളൂ നമ്മൾ പറയില്ലേ അത്. ഇനി അടുത്തത് പഠിച്ചിട്ട് വരണേ. ചില ടീച്ചേഴ്സ് പറഞ്ഞു വിടും പഠിച്ചിട്ട് വരണേ. അപ്പൊ വരണേ പഠിച്ചിട്ടെന്ന് പറയണം. എങ്ങനെ പറയണം? വരിക കം, പഠിക്കുക സ്റ്റഡി, ആഫ്റ്റർ സ്റ്റഡിയിങ്, കം ആഫ്റ്റർ സ്റ്റഡിയിങ്. എന്തൊരു എളുപ്പമാണ് അല്ലെ? അതേപോലെ സംസാരിച്ചിട്ട് പറയണേ. എങ്ങനെ പറയും? കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കൊടുത്തോളൂ, സംസാരിച്ചിട്ട് പറയണേ എന്നുള്ളത്. സംസാരിച്ചിട്ട് പറയണേ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കൊടുത്തോളൂ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യമൊക്കെ വളരെയധികം എളുപ്പമുള്ള സെന്റൻസുകളാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്ന ഓരോ ചോദ്യ രീതികളാണ് അല്ലെ? ഇത് ചോദ്യമാണോ എന്ന് ചോദിച്ചാലുമല്ല, മലയാളം വാചകമാണോ എന്ന് ചോദിച്ചാലുമല്ല, ഒരു പകുതി ആയിട്ട് നമുക്ക് പറയാം അല്ലെ? സെമി ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഇത് നമ്മൾ എന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മക്കളോടോ ഒക്കെ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് കഴിച്ചിട്ട് പോണേ, പഠിച്ചിട്ട് വരണേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതെന്താണ്? ആഫ്റ്റർ ഈറ്റിംഗ്, ആഫ്റ്റർ കഴിഞ്ഞ് വെർബ് ing കൊടുക്കുക. വെർബ് ഏതാണോ അത് ഫസ്റ്റ് കൊടുക്കുക, ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പൊ തിരിച്ച് ചിന്തിക്കുക. കഴിച്ചിട്ട് പോണേ, പോണേ കഴിച്ചിട്ടെന്നാകുക. പറഞ്ഞിട്ട് വരണേ, വരണേ പറഞ്ഞിട്ടെന്ന് എഴുതുക. അതുപോലെ തന്നെ വിളിച്ചിട്ട് വരണേ വിളിച്ചിട്ടെന്നുള്ളത്. അപ്പൊ അത് ആഫ്റ്റർ കഴിഞ്ഞിട്ട് വെർബ് ing കൊടുത്ത് എഴുതുക.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ പോകുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കെല്ലാം പരീക്ഷയുടെ തിരക്കിലോട്ടെല്ലാം കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ല നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. എന്നും സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ മിക്സ് ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പം അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു.